1977 ചായപ്പീടിയ. ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതാണ് തൃശ്ശൂര് പൂങ്കുന്നത്ത് ചായപ്പീടിയയിൽ. ഭയങ്കര ഫേമസ് ഒരു ചായക്കടയാണ്. ചായക്കട എന്ന് പേര് മാത്രമാണ്, ഇവിടെ എല്ലാം കിട്ടും കേട്ടോ. കട്ടൻ ചായ തൊട്ട് ഷവർമ വരെ കിട്ടും. സ്പോട്ട് വരുന്നത് തൃശ്ശൂര് ധനലക്ഷ്മി ബാങ്കിന്റെ തൊട്ട് സൈഡിലായിട്ടാണ്. നമുക്ക് കയറി നോക്കാം. 1977 ചായപ്പീടിയ. 1977 തുടങ്ങിയ ചായപ്പീടിയാണ് ഇതെന്നാണ് പറയുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഷവർമ, അൽഫാം, നോൺ വെജ്, അങ്ങനെ ഒത്തിരി ഐറ്റംസിൻ്റെ ഒരു മെനു അവർ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചായക്കടയിലുള്ള ചെറിയ ചെറിയ ലേറ്റ് സ്നാക്സ് ഉണ്ട്. പണ്ടേ ഈ ചായക്കടയുടെ ചില്ലുപെട്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന പലഹാരങ്ങൾ കാണാൻ പ്രത്യേക ഒരു കൊതിയാണല്ലേ. ആ ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ പുറത്തുനിന്ന് കാണുമ്പോൾ. പിന്നെ ആ ചായക്കടയുടെ ഒരു സ്റ്റൈലും പിന്നെ നമ്മുടെ ചില്ലുകുപ്പിയിലിരിക്കുന്ന മിഠായികളും, മൊത്തത്തിൽ നമ്മുടെ ചായപ്പീടിയ ഒരു ഒന്നൊന്നര ചായപ്പീടിയാണ്. ഇതിൻ്റെ അകത്തുള്ളൊരു ഡൈനിങ് സ്പേസാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല ലൈറ്റിങ്ങും അതുപോലെ തന്നെ നല്ല വാൾ ഡിസൈൻസും നല്ല ഫോട്ടോസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ തന്നെ അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിലൊരു നൊസ്റ്റാൾജിക് ഫീല് അടിപൊളിയായി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ചായപ്പീടിയയിൽ. ഇതാണ് നമ്മുടെ ചായപ്പീടിയയുടെ ഓണറിക്ക. ഞാൻ ആളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഈ ചായപ്പീടിയ 1976 എന്ന് പറയുന്നത് ഇത് അന്നേ തൊട്ടുള്ളൊരു ചായപ്പീടിയാണ് കേട്ടോ. കുറേ കാലങ്ങൾ പഴക്കമുള്ളൊരു പീടിയാണ്. അവർ ജസ്റ്റ് അതൊന്ന് മോഡിഫൈ ചെയ്ത് ഇപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ്. ഇവിടുത്തെ ഫുഡും വെറൈറ്റീസും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചായമ പിടിക്കാം കേട്ടോ. ചായപ്പീടിയാണല്ലോ. അപ്പം ഞാൻ കുറച്ച് ഇവിടുത്തെ സ്പെഷ്യൽ സ്നാക്സ് കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗിയൊക്കെ തോന്നിയിട്ട് നല്ല കാണുമ്പോൾ കഴിക്കാൻ കൊതിയാവുന്ന കുറച്ച് സ്നാക്സ് ഉണ്ടല്ലോ, അത് ഞാൻ മൊത്തത്തിലെല്ലാം ഓരോന്ന് ഓർഡർ ചെയ്തു. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം. ഒന്ന് പറയോ? ഇത് ഞങ്ങൾ കാണാത്ത ഐറ്റംസാണ്, അതുകൊണ്ടാണ്. ചിക്കൻ പത്തിരി. ചിക്കൻ പത്തിരി ഒരു പൂ മോഡലാക്കിയതാണ്. ഓക്കെ, ഇത് ചിക്കൻ ബ്രെഡ്. ഇത് റോളാന്ന് തോന്നുന്നുണ്ട് അല്ലേ? ചിക്കൻ റോള്. അതെ. ഇതെന്താ? കണ്ണൂരപ്പം. അത് സ്പെഷ്യലാണോ ഇവിടുത്തെ? ഇത് നെയ്യപ്പം, കട്ട്ലേറ്റ്, ഉഴുന്നുവട, കിണ്ണത്തപ്പം, പത്തിരി. ഓക്കെ. നല്ല ചായ. ചിക്കൻ പത്തിരി സ്പെഷ്യലായിട്ടുണ്ടല്ലേ. ഇതിൻ്റെ നല്ല ഫ്ലവർ പോലെയുണ്ട് കാണാനായിട്ട്. സൈഡൊക്കെ നല്ല ക്രിസ്പിയാണ്. ഇവിടെ ചിക്കനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ചിക്കൻ ബ്രെഡ്. ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് ഉള്ളിൽ ചിക്കൻ. നല്ല രസമുണ്ട്. നല്ല ക്രിസ്പിയാണ് ഇത് ബ്രെഡിൻ്റെ. സ്പെഷ്യൽ റോളാണ് കേട്ടോ ഇവിടുത്തെ. സ്പെഷ്യലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. മിൻ്റ് ആണോ എന്നറിയില്ല, എന്തോ ഇതിലുണ്ട് മിൻറ്റിൻ്റെ കൂടെ ചിക്കനൊക്കെ ആയിട്ട്. ഇതിവിടുത്തെ സ്പെഷ്യലാണ് കണ്ണൂരപ്പം. ഇത് വന്നിട്ട് ഒരു ഡബിൾ കളറാണ് കേട്ടോ. ഇവിടെ നല്ലൊരു വൈറ്റ്, ഇവിടെ ഒരു ക്രിസ്പി കളറല്ലേ, അങ്ങനെ ആയിട്ട് കഴിച്ചോട്ടെ. നല്ല സോഫ്റ്റാണ്. ബ്ലൂ ബ്ലൂ. നല്ല രസമുണ്ട്. ഇവിടെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇത്തിരി ക്രിസ്പി ആക്കിയിട്ടുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നെയ്യപ്പം, വട്ടയപ്പം, അതുപോലെ വട,
അതൊക്കെയാണ്. അതൊക്കെ ഓൾറെഡി നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും, നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ സ്നാക്സ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ചായയും സ്നാക്സും കഴിക്കാൻ മറക്കരുത്. ചായപ്പീടിയയിലെ അടുത്തൊരു സ്പെഷ്യൽ ഐറ്റമാണ് കിഴി ബിരിയാണി. വാട്ടിയ വാഴലയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ. വാവ്, നല്ല ചൂടുണ്ട്. ഗംഭീര സ്മെല്ല്. ചൂടുണ്ട്. വാഴയില കഴിക്കുമ്പോഴല്ല ബിരിയാണിയുടെ ഒരു കോൺസെപ്റ്റ് മാറും. വേറെ എന്തോ ഒരു സ്മെല്ല് കിട്ടാം. ചൂട്. ചൂടാറിട്ട് കഴിഞ്ഞു. ഇല കീറൂ, എന്നാ പിന്നെ ഇലയിൽ കഴിച്ചാൽ പോരെ. ഇങ്ങനെ വേണം ബിരിയാണി കഴിക്കാൻ അല്ലേ? എങ്ങനെയുണ്ട്? ചായ മാത്രമല്ല, ഇവിടെ എല്ലാ ജ്യൂസ് ഐറ്റംസും ഉണ്ട്. ഷേക്ക് ഉണ്ട്. ഇത് ഫ്രഷ്ലി ബിരിയാണി കഴിച്ച് കഴിഞ്ഞ ഒരു ഫ്രഷ്. സ്പോട്ട് ഒന്നും കൂടി പറയാം, തൃശ്ശൂർ പൂങ്കുന്നം ധനലക്ഷ്മി ബാങ്കിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.